ഹായ് വെൽക്കം ബാക്ക് ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOC 135 കമ്പനിയിലുണ്ട് 11th യൂണിറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ അയാളുടെ അധികാരത്തിലുള്ള ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എങ്ങനെ നടത്തണം അതിൻ്റെ പ്രൊസീജിയറൊക്കെ കമ്പനി ആക്ട് 2000 സെക്ഷൻ 56 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രാൻസ്ഫർ വാലിഡ് ആവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു പ്രോപ്പറായിട്ടുള്ള മുൻപേ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫോമിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് അവിടെ ആവശ്യമാണ്. ഇൻസ്ട്രുമെൻറ്റ് ഉദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം. അപ്പം അതിൽ ട്രാൻസ്ഫറും ട്രാൻസ്ഫറും ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയാണോ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആരാണോ അത് സ്വീകരിക്കുന്നത്, ആ ഷെയർ ആരാണോ സ്വീകരിക്കുന്നത് അവരെ പറയുന്ന പേരാണ് ട്രാൻസ്ഫറിങ്. അപ്പം അവർ രണ്ടാളും ഒരുമിച്ച് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഡോക്യുമെൻറ്റ്. അതുപോലെ അത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ബോത്ത് പാർട്ടീസും അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ അതിനകത്ത് ആ ഡോക്യുമെൻറ്റിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നെയിം, അഡ്രസ്സ്, ഒക്യുപ്പേഷൻ എന്നിവ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ ടൈമിന് സബ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് തയ്യാറാക്കിയതിന് ശേഷം കമ്പനിയിലേക്ക് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ അത് കമ്പനിയിലേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ്, ഈ ഡോക്യുമെൻറ്റ്, ഈ ഇൻസ്ട്രുമെൻറ്റ് കമ്പനിയിലേക്ക് കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ കൂടെ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇനി ഷെയർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് അതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ടായിരിക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 പ്രകാരം ഈ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരിക്കണം. ടൈം ലൈൻ ഫോർ കംപ്ലീഷൻ ഓഫ് ട്രാൻസ്ഫർ, എപ്പോഴാണ് നമ്മുടെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്നത്? ഇത് കമ്പനിയിലെത്തുകയും കമ്പനി അത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് കമ്പനി ഈ ട്രാൻസ്ഫർ പൂർത്തിയാവുന്നത്. കമ്പനി അത് once the company receives the instrument of the transfer and the other requirement documents, it must complete the transfer process within a specified time. ടൈമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു സ്പെസിഫൈഡ് ടൈമിനകത്ത് ഇതിൻ്റെ ട്രാൻസ്ഫർ പ്രോസസ് എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രുമെൻറ്റ് കമ്പനിയിലെത്തുകയും കമ്പനി അത് റിസീവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫറിങ് പ്രോസസ്സ് ഒരു വിത്തിൻ സ്പെസിഫൈഡ് ടൈമിനകത്ത് അത് നടത്തിയിട്ടുണ്ടായിരിക്കണം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ്, ദ കമ്പനി മസ്റ്റ് ഇഷ്യൂ എ ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ്. പുതിയ ട്രാൻസ്ഫറിക്ക് ആർക്കാണോ ട്രാൻസ്ഫർ ഷെയർ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിക്ക് പുതിയ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് നൽകണം വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഇൻസ്ട്രുമെൻറ്റ് സ്വീകരിച്ചിട്ട് വിത്തിൻ 1 monthൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? പുതിയ ഷെയർ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പാർഷ്യലി പെയ്ഡ് ഷെയർസ്, ഇനി നമ്മുടെ പാർഷ്യലി പെയ്ഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നോട്ടീസ് ടു ദ ട്രാൻസ്ഫർ, ദ കമ്പനി മസ്റ്റ് സെൻഡ് എ നോട്ടീസ് ടു ദ ട്രാൻസ്ഫർ അബൌട്ട് ദ ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ. ഇവിടെ കമ്പനി എന്ത് ചെയ്യണം? ഈ ട്രാൻസ്ഫറിക്ക് ആർക്കാണോ ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് കമ്പനി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ചിട്ട്? അബൌട്ട് ട്രാൻസ്ഫർ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നോട്ടീസ് അയക്കണം. നോ ഒബ്ജക്റ്റ് പീരീഡ്, ദ ട്രാൻസ്ഫർ മസ്റ്റ് നോട്ട് ഒബ്ജക്റ്റ് ടു ദ ട്രാൻസ്ഫർ വിത്തിൻ 2 weeks ഫ്രം ദ റിസീവിങ് ദ നോട്ടീസ്. നോട്ടീസ് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒബ്ജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല വിത്തിൻ 2 weeks. ട്രാൻസ്ഫർ ഈസ് ജോയിൻ്റ്ലി ഹെൽഡ് ഷെയർ. ജോയിൻ്റ്ലി ഒരുപാട് ആൾക്കാർ ഓണർഷിപ്പ് ഉള്ള ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ when the share are held joint names, the transfer form must be signed by all joint holders and unless one holder is specifically authorized to act on behalf of other. ഇവിടെ പറയുന്നത് ഒരുപാട് ഓണേഴ്സ് ഉള്ള ഒരുപാട് ആൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവർ സൈൻ ചെയ്തിട്ട് ഒത്തൊരുമയോടുകൂടെ അത് സൈൻ ചെയ്തിട്ട് ട്രാൻസ്ഫർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി എല്ലാവരുടെയും ബിഹാഫായിട്ട് പ്രവർത്തിക്കാൻ ഒരാളെ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ എല്ലാവരും അതിന് സൈൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്, അവർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കാൻ ആരാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് അയാൾ സൈൻ ചെയ്താലും മതിയാവും. വെൻ ഡസ് ദ ട്രാൻസ്ഫർ ബിക്കം കംപ്ലീറ്റ്, എപ്പോഴാണ് നമ്മുടെ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുക? ഈ കമ്പനിയിലേക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് എത്തുകയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ ഡോക്യുമെൻ്റ് എത്തുകയും അതിനുശേഷം കമ്പനി അതിനെ രജിസ്റ്റർ ചെയ്യുകയും. ഏതിലാണ്? ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഷെയർ
രജിസ്റ്റർ ദ ട്രാൻസ്ഫർ ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുകയാണ്. വൺസ് രജിസ്റ്റേർഡ് ദ ട്രാൻസ്ഫറി ബിക്കം ദ ഒഫീഷ്യൽ ഷെയർ ആൻഡ് അക്വയർ ഓൾ ദ റൈറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഷെയർ. ഇവിടെ പറയുന്നത് കമ്പനിയിലേക്ക് ആ ഡോക്യുമെൻ്റ് എത്തുകയും കമ്പനി അത് കൺസിഡർ ചെയ്യുകയും അതിനുശേഷം അത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഈ ട്രാൻസ്ഫർ ചെയ്തത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പുതിയ ഈ ട്രാൻസ്ഫറി എന്താണ് കമ്പനിയുടെ പുതിയ ഷെയർ ഹോൾഡറായി മാറുകയും അയാൾക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ റൈറ്റ്സും, ഈ ഷെയറിനെ സംബന്ധിച്ചുള്ള എല്ലാ റൈറ്റ്സും അയാൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ രജിസ്റ്റർ ചെയ്തതോടുകൂടി ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത റെഫ്യൂസൽ ടു രജിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യുന്ന അവസ്ഥകളാണ്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി മേ റെഫ്യൂസ് രജിസ്റ്റർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസ്. സം ഗ്രൗണ്ട് ഫോർ റെഫ്യൂസൽ മേ ഇൻക്ലൂഡ്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് വേണമെങ്കിൽ റെഫ്യൂസ് ചെയ്യാം, അത് വേണ്ടെന്ന് പറയാം വേണമെങ്കിൽ. അതിന് ചില സർക്കംസ്റ്റാൻസ്, ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. വാലിഡ് ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതെന്തൊക്കെയാണ്? വയലേഷൻ ഓഫ് ദ കമ്പനീസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓർ ലീഗൽ പ്രൊവിഷൻസ്. കമ്പനിയുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലോ ലീഗൽ പ്രൊവിഷൻസിലോ എന്തെങ്കിലും വയലേഷൻ വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫറി ഇന്നബിലിറ്റി ടു ഫുൾഫിൽ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ്. ഈ ട്രാൻസ്ഫറി ആർക്കാണോ ഷെയർ നൽകുന്നത് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതിൽ അയാൾക്ക് അതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെഫ്യൂസ് ചെയ്യാവുന്നതാണ്. The board's decision to refuse registration must be based on fair grounds. ഒരു ഫെയർ ആയിട്ടുള്ള ആവശ്യത്തിനും അതിന് പുറമെ മാത്രമായിരിക്കണം ഈ റിഫ്യൂസൽ നടക്കുന്നത്, അല്ലാത്ത പ്രകാരം ആവാൻ പാടില്ല. ബോർഡ് ഡിസിഷൻ, ഇത് റെഫ്യൂസ് ചെയ്യുന്നതിനുള്ള ബോർഡിൻ്റെ ഡിസിഷൻ ഒരു ഫെയർ ഗ്രൗണ്ടിൻ്റെ പുറത്തായിരിക്കണം, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു റിഫ്യൂസൽ. ഇഫ് ദ റിഫ്യൂസൽ ഇസ് arbitrary or malafide, for example oppressive or discriminatory. ഈ റിഫ്യൂസൽ എന്തെങ്കിലും എന്താണ് ഒപ്രസ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു വ്യക്തിനെ ഒപ്രസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേറ്ററി വേണ്ടിയാണ് ഈ റിഫ്യൂസൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ദ ട്രൈബ്യൂണൽ മേ ഇൻ്റർവെൻ ആൻഡ് ഡയറക്റ്റ് ദ കമ്പനി ടു രജിസ്റ്റർ ട്രാൻസ്ഫർ. ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കോടതിയാണ്. അപ്പം അവർക്ക് ഇതിൽ ഇടപെടുകയും ഈ കമ്പനി അത് ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അവരോട് പറയുവാനും ട്രൈബ്യൂണലിന് അവകാശമുണ്ട്. നോട്ടീസ് ഓഫ് റെഫ്യൂസൽ ആൻഡ് അപ്പീൽ. പ്രൈവറ്റ് കമ്പനിയിലാണ് ഈ റെഫ്യൂസൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി റെഫ്യൂസ് രജിസ്റ്റർ ട്രാൻസ്ഫർ, ഇറ്റ് മസ്റ്റ് നോട്ടിഫൈ ദ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്ഫർ വിത്തിൻ 13 days ഫ്രം ദ date the transfer was delivered to the company. This transfer may appeal to the tribunal within 30 days of the receiving notice or within 6 days if no notice received. പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ് ഈ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അടുത്തേക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻ്റ് എത്തിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. ഇത് റെഫ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള റെഫ്യൂസ് എന്നുള്ള കാര്യം ട്രാൻസ്ഫറിനെയോ കമ്പനി അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യാം, ഈ റെഫ്യൂസൽ അറിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിലേക്ക് അപ്പീൽ ചെയ്യാം. ഇനി ഇങ്ങനൊരു നോട്ടീസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും 60 ദിവസമായിട്ടും റെഫ്യൂസ് എന്നുള്ളതിനെ കുറിച്ചുള്ള നോട്ടീസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലിനെ അവർക്ക് സമീപിക്കാവുന്നതാണ്. അടുത്ത പബ്ലിക് കമ്പനീസിൽ യൂഷ്വലി ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ എന്നാൽ കൂടെ അവിടെ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി റെഫ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് സഫീഷ്യൻറ്റ് കോസ്, അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടും ഇല്ലാതെ, ഒരു കാരണങ്ങൾ കൂടാതെ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യുന്നത് തടയുകയാണെന്നുണ്ടെങ്കിൽ, റെഫ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിക്ക് എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിലേക്ക് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെഫ്യൂസ് ചെയ്ത ഡേറ്റിൽ നിന്ന് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അതിനെതിരെയുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
അടുത്ത് ദ ട്രൈബ്യൂണലിന് എന്തൊക്കെ സാധിക്കും? ഡയറക്റ്റ് കമ്പനി രജിസ്റ്റർ ട്രാൻസ്ഫർ. ഈ ട്രൈബ്യൂണൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനീനെ ഡയറക്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാൻ അവരോട് പറയും. അല്ലെങ്കിൽ ഓർഡർ ദ കമ്പനി ടു പേ ഡാമേജ് ഇഫ് എഗ്രിഗേറ്റഡ് പാർട്ടി ഹാസ് സഫേർഡ് ലോസ് ഡ്യൂ ടു റിഫ്യൂസൽ. ഈ റിഫ്യൂസൽ കമ്പനി ചെയ്യുന്നതിൻ്റെ പ്രകാരം അഗ്രിഗേറ്റഡ് പാർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ ട്രൈബ്യൂണൽ അവരോട് ഓർഡർ ഇടും. അടുത്ത ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ട്രാൻസ്ഫറിൻ്റെ ഫോമാറ്റിൽ ട്രാൻസ്ഫറിൻ്റെ ഡോക്യുമെൻറ്റിൽ എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്തു. പക്ഷേ ട്രാൻസ്ഫറുടെ പേരിൻ്റെ ഭാഗത്ത് അത് ബ്ലാങ്ക് ആക്കി വിടുകയും ചെയ്തു. അവിടെ ഒന്നും തന്നെ എഴുതാതെ ബ്ലാങ്ക് ആക്കി വിടുന്നതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് ഹാൻഡഡ് ഓവർ ദ ട്രാൻസ്ഫറി. എന്നാൽ ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറിക്ക് നൽകുകയും ചെയ്തു. ഹു ക്യാൻ ഫിൽ ദെയർ ഡീറ്റെയിൽസ് ആൻഡ് പ്രൊസീഡ് വിത്ത് ട്രാൻസ്ഫർ. അയാൾക്ക് അവരുടെ ഡീറ്റെയിൽസ് അതിൽ ഫിൽ ചെയ്തിട്ട് ട്രാൻസ്ഫറിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാനും സാധിക്കും. വൈൽ ദിസ് ഫെസിലിറ്റി ഈസി ട്രേഡിങ്ങിന് ഇത് ട്രേഡിങ് ഈസി ആക്കുന്നതിന് ഈ ഒരു ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അത് കുറച്ച് റിസ്കുകളും അതിൻ്റെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്? ദ ട്രാൻസ്ഫറീസ് ടൈറ്റിൽ ടു ദ ഷെയർ ഡിപ്പെൻഡ് ഓൺ ദ ഒറിജിനൽ ട്രാൻസ്ഫറി ടൈറ്റിൽ. ഈ ഷെയർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒറിജിനൽ ഷെയർ ഹോൾഡറിന് എത്രത്തോളമാണോ അയാളുടെ ടൈറ്റിൽ അനുസരിച്ചിട്ടായിരിക്കും ഈ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിക്കുള്ള കിട്ടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ ഒറിജിനൽ ട്രാൻസ്ഫേഴ്സ് ടൈറ്റിൽസ്. ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ഫ്രോഡുലൻറ്റ്. ഈ ട്രാൻസ്ഫർ ഫ്രോഡുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദ ട്രാൻസ്ഫറി ഡസ് നോട്ട് ഗെറ്റ് എനി ഓണർഷിപ്പ്. ഈ ഒരു ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഷെയർ ഫ്രോഡുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിക്ക് ഒരിക്കലും തന്നെ എന്തായാലും പറ്റില്ല, അതിൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള ഓണർഷിപ്പും നേടിയെടുക്കാൻ സാധിക്കില്ല. എ ബ്ലാങ്ക് ട്രാൻസ്ഫർ എ ഫോം അലോസ് ഇൻ്റർമീഡിയറ്റ് ട്രാൻസ്ഫറി ടു അവോയ്ഡ് പേയിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി ത്രൂ ദ ഫിനാൻഷ്യൽ ട്രാൻസ്ഫർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഫിക്സിങ് സ്റ്റാമ്പ്. ഇവിടെ പറയുന്നത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി എന്താണ് അലോ ചെയ്യുന്നത്? പേയിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യുന്നതിനെ ഇത് അവോയ്ഡ് ചെയ്യുന്നു. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്ത് അവോയ്ഡ് ചെയ്ത് കിട്ടുന്നു? പേയിങ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഒറിജിനൽ ഷെയർ ഹോൾഡറിൻ്റെ കമ്പനിയിലുള്ള ഒറിജിനൽ ഷെയർ ഹോൾഡറിൻ്റെ കൺസെൻറ്റോ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് എന്താണ്? ദ സിഗ്നേച്ചർ ഓഫ് ദ ഒറിജിനൽ ഷെയർ ഹോൾഡർ ഓൺ ദ ഷെയർ ട്രാൻസ്ഫർ ഡീഡ് ഈസ് ഫേക്ഡ്. അതുകൊണ്ട് തന്നെ ഈ ഷെയർ ഹോൾഡർ എന്താണ്? ദ സിഗ്നേച്ചർ ഓഫ് ദ ഒറിജിനൽ ഷെയർ ഹോൾഡർ ഓൺ ദ ഷെയർ ട്രാൻസ്ഫർ. ഈ ഷെയർ ട്രാൻസ്ഫറിലുള്ള ഒറിജിനൽ ഷെയർ ഹോൾഡറിൻ്റെ എന്ന് പറയപ്പെടുന്ന സിഗ്നേച്ചർ ഒരു പക്ഷേ ഫേക്ക് ആയിരിക്കാം. അപ്പം അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ കൺസെൻറ്റോ കൂടാതെ ആ വ്യക്തിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, ആ ഒരു പ്രവൃത്തിയാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ ദ ഫോർജ്ഡ് ട്രാൻസ്ഫർ ഈസ് നള്ളിറ്റി. ഇവിടെ പറയുന്നത് ഒറിജിനൽ ഓണർ റിട്ടൈൻ ഓണർഷിപ്പ് റൈറ്റ്സ് സച്ച് ആസ് ഡിവിഡൻഡ് ആൻഡ് ബോണസ് എക്സെട്ര. ഇവിടെ ഫോർജ്ഡ് ട്രാൻസ്ഫർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഓണറിന് എന്ത് ചെയ്യാം? അയാളുടെ ഓണർഷിപ്പ് റൈറ്റ്സൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. എന്തിൻ്റെ മേലിലൊക്കെ? ഡിവിഡൻറ്റിൻ്റെയും ബോണസിൻ്റെ മേലുള്ള അയാളുടെ ഓണർഷിപ്പ് അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനി കമ്പനി മിസ്റ്റേക്കായിട്ട് ഈ ഫോർജ്ഡ് ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ ഓണർക്ക് അതിനെതിരെ പോയിട്ട് എന്ത് ചെയ്യാം? ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, അതില്ലാതാക്കാൻ വേണ്ടി, അത് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഈ ഒറിജിനൽ ഓണർക്ക് അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതുപോലെ അയാളുടെ ആ ഷെയറിൻ്റെ മുകളിലെ ഓണർഷിപ്പ് റീസ്റ്റോർ ചെയ്യാനും ഈ ഒറിജിനൽ ഓണർക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇഫ് ദ കമ്പനി ഹാസ് ഇഷ്യൂഡ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറി based on forged transfer, it could be liable to compensate an innocent purchaser of the share. ഇവിടെ നമ്മുടെ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറിക്ക് നൽകുകയാണ്, മിസ്റ്റേക്കലി അവർ രജിസ്റ്റർ ചെയ്യുകയും ട്രാൻസ്ഫറിക്ക് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനി ലയബിൾ ആവുകയാണ്. എന്താണ്? അയാൾക്ക്
കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അയാൾ ഒരു ഇന്നസെൻറ്റ് പർച്ചേസർ ആയിരിക്കും, അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ ഇതിൽ വന്ന് പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു, ലയബിൾ ആവുകയാണ്, അയാൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലയബിൾ ആവുകയാണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ദ ഡെപ്പോസിറ്റ് സിസ്റ്റം. ഡെപ്പോസിറ്റ് സിസ്റ്റം വഴിയുള്ള ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഷെയർ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇലക്ട്രോണിക്കലി ത്രൂ എ ഡെപ്പോസിറ്റ് സിസ്റ്റം. ഡെപ്പോസിറ്റ് സിസ്റ്റം വഴി നമുക്ക് നമ്മുടെ ഷെയർസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇലക്ട്രോണിക്കലി നമുക്ക് നമ്മുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഡെപ്പോസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. വിച്ച് എലിമിനേറ്റ്സ് ദ നീഡ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കേഷൻസ്. ഫിസിക്കൽ സർട്ടിഫിക്കേഷൻ്റെ ആവശ്യകത ഇവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ബെനിഫിറ്റ് ഓഫ് ഡിമെറ്റീരിയലൈസേഷൻ അഥവാ ഡിമാറ്റ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കൺവീനിയൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ഹോൾഡിംഗ് ഷെയർസ് ഇൻ ഇലക്ട്രിക് ഫോം. ഇലക്ട്രിക് ഫോമിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കൺവീനിയൻസും സേഫ്റ്റി ഉറപ്പ് വരുന്നു. നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമുള്ള ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. എലിമിനേഷൻ ഓഫ് ഫ്രോഡ്, തെഫ്റ്റ് ഓർ ഡിലേസ് ദാറ്റ് കോമൺ വിത്ത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിലേസും തെഫ്റ്റും കാര്യങ്ങൾ ഫ്രോഡൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. ഈ ഷെയർ ഡിമാറ്റ് ഫോമിലുള്ളതിൽ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇതിനുണ്ടായിരിക്കും, അഥവാ ISIN. ഈ ഡിമാറ്റ് ഫോമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഷെയറിന് ISIN ഉണ്ടായിരിക്കും. അത് ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പേറ്റ് സച്ച് ആസ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഇൻ ദ ഡെപ്പോസിറ്റ് സിസ്റ്റം ആർ ഓട്ടോമാറ്റിക് ആൻഡ് ഡൺ ത്രൂ ഡെലിവറി അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. നമ്മുടെ ഓണർഷിപ്പ് ഇതിൽ ഡെപ്പോസിറ്റ് സിസ്റ്റം വഴി ഓണർഷിപ്പ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും ത്രൂ ഡെലിവറി അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. ഇഫ് ദർ ആർ ഡിസ്പ്യൂട്ട് ഓവർ ദ ഷെയർ ഓണർഷിപ്പ് ദ കമ്പനി ക്യാൻ അപ്ലൈ ടു ദ ട്രൈബ്യൂണൽ ഫോർ ദ റെക്ടിഫിക്കേഷൻ. ഇവിടെ എന്തെങ്കിലും ഓണർഷിപ്പിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിക്ക് ട്രൈബ്യൂണലിൽ അപ്ലൈ ചെയ്തിട്ട് റെക്ടിഫിക്കേഷൻ നടത്താവുന്നതാണ്. പെനാൽറ്റി ഫോർ നോൺ കംപ്ലയൻസ്, പെനാൽറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 lakh to 5 lakh ആണ്. 1 to 3 years ഇംപ്രിസൺമെൻറ്റും ഉണ്ടാവും. നോമിനേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെയും ഷെയർസിൻ്റെയും നോമിനേഷനാണ് ഇവിടെ പറയുന്നത്. നോമിനേഷൻ പ്രോസസ് ഓഫ് ദ ഷെയർസ് ഡിബഞ്ചേഴ്സ് ഹെൽഡ് ബൈ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോമിനേഷൻ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് ഇവിടെ പറയുന്നത് എനി ഷെയർ ഹോൾഡർ ഡിബഞ്ചർ ഹോൾഡർ മേ നോമിനേറ്റ് എ പേഴ്സൺ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ടു ദ ഹൂം their share or debenture will vest event of their death. ഇവിടെ ഷെയർ ഹോൾഡറോ ഡിബഞ്ചർ ഹോൾഡറോ അവരുടെ കാലശേഷം ആര് അതിൻ്റെ അധികാരത്തിൽ വരണം, ആർക്കാണ് അതിൻ്റെ അധികാരം പോകേണ്ടത്, ആർക്കാണ് ആരാണ് അയാളുടെ കാലശേഷം ആർക്കാണ് ആ ഷെയർ പോകേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ഡിബഞ്ചർ ആർക്കാണ്, ഡിബഞ്ചർ ഹോൾഡറിൻ്റെ ആ റൈറ്റ്സ് ആർക്കാണ് കിട്ടേണ്ടതെന്ന് നേരത്തെ തന്നെ അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോമിനിനെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പേഴ്സൺ അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും, അഥവാ നോമിനിനെ ഓൾറെഡി അവർ അവരുടെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഷെയർ ഹോൾഡറും ഡിബഞ്ചർ ഹോൾഡറും അവരുടെ കാലശേഷം അയാൾ മരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഷെയർ നേരെ പോവുക ഈ നോമിനിൻ്റെ പേരിലേക്കായിരിക്കും. ജോയിൻറ്റ് ഷെയർ ഹോൾഡറോ ഡിബഞ്ചർ ഹോൾഡറും. ഇനി ജോയിൻറ്റ് ഷെയർ ഹോൾഡറും ഡിബഞ്ചർ ഹോൾഡേഴ്സും ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് ഹോൾഡിംഗ് ഓൾ ദ ജോയിൻറ്റ് ഹോൾഡർ ക്യാൻ നോമിനേറ്റ് സിംഗിൾ പേഴ്സൺ. എല്ലാ ജോയിൻറ്റ് ഹോൾഡേഴ്സിനും കൂടിയിട്ട് ഒരു സിംഗിൾ പേഴ്സണെ നോമിനി ആയിട്ട് സെലക്ട് ചെയ്യാം. ടു ഹൂം ഓൾ റൈറ്റ്സ് വിൽ വെസ്റ്റ് ഹോൾ ജോയിൻറ്റ് ഹോൾഡേഴ്സ് പാസ് അവേ. ആർക്കാണോ ഒരു സിംഗിൾ പേഴ്സണെ സെലക്ട് ചെയ്യാം ആ വ്യക്തിക്കായിരിക്കും ഈ ജോയിൻറ്റ് ഹോൾഡേഴ്സൊക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷെയറിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ എല്ലാ തരത്തിലുള്ള റൈറ്റ്സും ഈ നോമിനിക്കായിരിക്കും ലഭിക്കുക. ഓവർറൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡോക്യുമെൻറ്റേഷനിൽ നോമിനിനെ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർ പറയുകയും ആ വ്യക്തി മരിക്കുകയും ചെയ്തു എന്നാൽ അയാളുടെ നിയമപ്രകാരമുള്ള അയാളുടെ അനന്തരാവകാശികളോ ബന്ധുക്കളോ ഒക്കെ വന്നിട്ട് അവർക്കതിൽ ഈ ഷെയറിൽ അധികാരമുണ്ട്, അവകാശമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ബന്ധുക്കൾക്ക് കൊടുക്കില്ല. കാരണം ഓൾറെഡി ഡോക്യുമെൻറ്റിൽ നോമിനി ആരാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നോമിനിക്ക് മാത്രമായിരിക്കും അതിനുള്ള അധികാരം. അതാണ് ഓവർറൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നോമിനിനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നോമിനിക്ക് മാത്രമാണ് ആ ഷെയറിൻ്റെ മുകളിൽ ഇനി അധികാരമുള്ളത്. ചേഞ്ചിങ് നോമിനേഷൻ. ദ ഹോൾഡർ ഓഫ് ഷെയർ ഓർ ഡിബഞ്ചർ ക്യാൻ ചേഞ്ച് ദ നോമിനി അറ്റ് എനി ടൈം ബൈ ഫോളോയിങ് ദ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്ഡ് കമ്പനി ഷെയർ ഹോൾഡറിനും ഡിബഞ്ചർ ഹോൾഡറിനും
അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ നോമിനിനെ മാറ്റാം. അത് കമ്പനിയിൽ പ്രൊസീജിയറിൽ പറഞ്ഞ പ്രകാരം അവർക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ പ്രകാരം ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ നോമിനിനെ വേണമെങ്കിൽ അവർക്ക് മാറ്റാവുന്നതാണ്. നോമിനി ആസ് എ മൈനർ, നോമിനി മൈനർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ലഭിക്കുക. റിസീവ് ദ ഷെയർ ഓർ ഡിബഞ്ചേഴ്സ് ബിഹാഫ് ഓഫ് ദ മൈനർ, മൈനറിൻ്റെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും ഈ നോമിനി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവകാശങ്ങളാണോ കിട്ടുന്നത് അതൊക്കെ റിസീവ് ചെയ്യുക ഈ നോമിനിൻ്റെ ഈ മൈനറിൻ്റെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a process refers to the process by which the legal ownership of shares is transferred by the operation of law such as death, insolvency, liquidation of shareholder. ഓപ്പറേഷൻ ലോയിൽ പെട്ടിട്ടുള്ള ഡെത്തോ ഇൻസോൾവൻസിയോ ലിക്വിഡേഷനോ ഷെയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഷെയർസ് മറ്റൊരാളിലേക്ക് അതിൻ്റെ അവകാശം പോകുന്നതിനെയാണ് ലീഗലി അതിൻ്റെ ഓണർഷിപ്പും വേറൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഓഫ് ലോയിൽ വരുന്ന ഡെത്തോ ഇൻസോൾവൻസിയോ ലിക്വിഡേഷനോ സംഭവിക്കുന്നതിലൂടെ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ മറ്റൊരാളിലേക്ക് അതിൻ്റെ അവകാശം പോകുന്നതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവൻ്റ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സംഭവിക്കപ്പോഴൊക്കെയാണ് ഡെത്ത് ഓഫ് ദ ഷെയർ ഹോൾഡർ ഡെത്തോ ഇൻസോൾവൻസി ഓഫ് ഷെയർ ഹോൾഡർ ലിക്വിഡേഷൻ ഓഫ് ദ ഷെയർ ഹോൾഡർ ഹൂ ഈസ് ഇൻ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ അധികാരപ്പെട്ടിട്ടുള്ള വ്യക്തിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു പോകും. അതിനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് റോൾസ് ഇവിടെ പറയുന്നത് അപ്പോൾ ദ ഡെത്ത് ഓഫ് ദ ഷെയർ ഹോൾഡർ ദ ഷെയർ വെസ്റ്റ് ഇൻ ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ഇവിടെ ഷെയർ ഹോൾഡർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഷെയറിൻ്റെ എല്ലാ അധികാരവും ആരിലേക്ക് പോകും? ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് പോകും. ദ ഹെയർ ഓർ ദ എക്സിക്യൂട്ടർ ഓഫ് ദ എസ്റ്റേറ്റ്. ഒന്നെങ്കിൽ അത് ഹെയർ ആയിരിക്കും. ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരാവകാശിയായിരിക്കാം. അതിന് അവകാശമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ഓഫ് ദ എസ്റ്റേറ്റ് ആയിരിക്കാം. The legal representative can either sell the share or get themselves registered as a shareholder if they wish to continue holding them. ഇവിടെ ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ ഷെയർ വിൽക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് അത് ഷെയർ ഹോൾഡറായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഷെയർ ഹോൾഡറായിട്ട് നിലനിന്ന് പോകാനും സാധിക്കും. ദ കമ്പനി ഈസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ലീഗൽ ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് probate, succession certificate or letter of administration as evidence of title. ഇവിടെ കമ്പനിക്ക് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്തൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്? ലീഗൽ ഡോക്യുമെൻറ്റ്സ് നൽകണം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് എന്തൊക്കെ കൊടുക്കണം? പ്രൊബേറ്റ് കൊടുക്കണം, സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിഡൻസ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കമ്പനിക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. ട്രാൻസ്മിഷൻ വേഴ്സസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഓഫ് ഷെയർസ് ഇൻവോൾവ്സ് വോളണ്ടറി ആക്ഷൻ. വോളണ്ടറി ആക്ഷൻ നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. സച്ച് ആസ് വെൻ എ ഷെയർ ഹോൾഡർ ഡിസൈഡ് ടു സെൽ ഗിവ് ടു ദെയർ ഷെയർസ് ദ ട്രാൻസ്ഫറി മസ്റ്റ് എക്സിക്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് അപ്ലിക്കബിൾ. ഇവിടെ പറയുന്നത് ഇതൊരു വോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത്, അവരെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണ്. ആരും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരു ഷെയർ ഹോൾഡർ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അതിൽ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ അത് വിൽക്കുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടോ നൽകുന്നതാണ് ഈ ഷെയർ. അത് ഇവിടെ ട്രാൻസ്ഫറും രണ്ടാളും ഒരുമിച്ച് ഒരു ഡോക്യുമെൻറ്റ്, ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ എന്നാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തയ്യാറാക്കുകയും അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരിക്കണം. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി പ്രോസസ്സാണ്. ദാറ്റ് ഹാപ്പൻസ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം നടക്കുന്ന ഒരു ഇൻവോളണ്ടറി പ്രോസസ്സാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് നോ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇസ് റിക്വയർഡ്. ഇത് അവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റും അവിടെ ആവശ്യമില്ല. അവിടെ വേണ്ടത് പ്രൂഫുകൾ മാത്രമാണ്. അവർ അധികാരം കാണിക്കുന്ന, അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് കാണിക്കുന്നതിനുള്ള പ്രൂഫുകൾ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ലൈക്ക് എങ്ങനെയൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിൽപത്രം, അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വസിയത്ത് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. ഈസ് നീഡഡ് ആൻഡ് നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് അപ്ലിക്കബിൾ. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ട്രാൻസ്മിഷൻ ഷെയർ ഹെൽഡ് ബൈ ജോയിൻ്റ്. ഈ ഷെയർ ജോയിൻറ്റ് ഹെൽഡേഴ്സാണ്. ജോയിൻ്റ് ആയിട്ട് കുറേ ആൾക്കാർ ഹെൽഡ് ചെയ്തിട്ടുള്ളൊരു
ഷെയർ ആണെന്നുണ്ടെങ്കിൽ upon the death of one holder the surviving joint holder are the only person recognized by the company to inherit the deceased holders share of interest. ഇവിടെ പറയുന്നത് ഇത് ജോയിൻ്റ്ലി 2-3 ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ഷെയർ ആണ്. ഇന്ന് ഏതെങ്കിലും ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ആരാണോ അവിടെ റിമൈനിങ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർ അയാൾക്കായിരിക്കും എന്താണ് അതിൻ്റെ കമ്പനിയിലെ എന്താണ് മറ്റേ മരിച്ച ആളുടെ ഷെയറിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇൻസോൾവൻസി ഓർ ലിക്വിഡേഷൻ. ഇഫ് ഷെയർ ഹോൾഡർ ബിക്കം ഇൻസോൾവൻറ്റ് ദ ഷെയർ വെസ്റ്റ് ഇൻ ദ ഒഫീഷ്യൽ അസൈനി ഓർ റിസീവർ. ഇവിടെ പറയുന്നത് ഷെയർ ഹോൾഡർ ഇൻസോൾവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അധികാരമൊക്കെ എവിടത്തേക്കും ഒഫീഷ്യലായിട്ട് അസൈനിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റിസീവറിലേക്കോ ഇതിൻ്റെ ഈ ഷെയറിൻ്റെ അധികാരങ്ങൾ പോകും. സിമിലർലി ഇഫ് എ ഷെയർ ഹോൾഡർ കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ ദ ലിക്വിഡേഷൻ മേ സെൽ ആൻഡ് ട്രാൻസ്ഫർ ദ ഷെയർസ്. ഇവിടെ അതുപോലെ തന്നെ കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത ഷെയർസ് ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം അഥവാ ഡിമാറ്റ് ഫോമിലുള്ള ഷെയർസ് ആയിരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ട്രാൻസ്മിഷൻ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ എന്താണ് നമ്മൾ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്താണ് നോമിനി ആണോ അല്ലെങ്കിൽ ലീഗൽ ഹെയർ ആണോ എന്നുള്ള പ്രസ്താവിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, സക്സഷൻ സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചതിന് ശേഷം ഹൂവിൽ ഡെപ്പോസിറ്ററി അഥവാ DP ടു ദി എവിടെയാണിത് സമർപ്പിക്കേണ്ടത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൽ. who will then transfer the share to the claimant's accounts. ആർക്കാണോ ഇത് ട്രാൻസ്മിഷൻ ചെയ്യേണ്ടത് അവരിലേക്ക് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി ആക്ഷനാണ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആണ്, ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ ഓഫ് ലോ. എക്സിക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ആവശ്യമാണ്. എന്ന് മറ്റടുത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ ആവശ്യമില്ല, പ്രൂഫാണ് വേണ്ടത്. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അത്യാവശ്യമാണ്, ഇവിടെ മറ്റടുത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വേണ്ട. കൺസിഡറേഷൻ ഷെയർസ് ആർ ട്രാൻസ്ഫർഡ് ഫോർ ഷെയർ പാസ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ പറയുന്നത്. നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫറിങ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഓട്ടോമാറ്റിക് ടു ദ നോമിനേറ്റഡ് പേഴ്സൺ അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഡെത്ത്. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡറിൻ്റെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് നോമിനിയിലേക്ക്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് is a legal process that happens automatically when the shareholder dies, becomes insolvent or company goes into liquidation and involve the legal representative taking ownership. ഇവിടെ പറയുന്നത് ഇതൊരു ലീഗൽ പ്രോസസ്സാണ്. ദാറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ്. ഷെയർ ഹോൾഡർ മരിക്കുകയോ ഇൻസോൾവൻ്റ് ആവുകയോ കമ്പനി ലിക്വിഡേഷനിൽ പോവുകയോ ചെയ്യണമെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇവിടെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് വോളണ്ടറി ആക്ഷനാണ്, മറ്റേത് ഇൻവോളണ്ടറി ആണ്. അടുത്തത് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സാധാരണഗതിയിൽ നമ്മൾ എന്താണ് പുറത്തുള്ളവർ ഷെയർസ് എടുക്കുക കമ്പനിയുടെ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അവരുടെ എങ്ങനെയാണ് കമ്പനിയുടെ പ്രവൃത്തികൾ, എങ്ങനെയാണ് അതിൻ്റെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഷെയർ നമ്മൾ കമ്പനിയിൽ നിന്ന് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത് കമ്പനിയിലെ എംപ്ലോയീസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അവർക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കാത്ത ചില ഇൻഫർമേഷൻസ് ഉണ്ടാകും. പബ്ലിക്കിലേക്ക് ചില ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാകും കമ്പനി നമ്മുടെ സെക്യൂരിറ്റീസ് വിൽക്കുന്നതിന്. പക്ഷേ പബ്ലിക്കിലേക്ക് കൊടുക്കാതെ വെച്ചിട്ടുള്ള ചില കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വളരെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടേഴ്സിനും അടുത്ത എംപ്ലോയീസിനും ഈ സീക്രട്ട് അറിയാം. അപ്പം ഈ സീക്രട്ട് വെച്ചിട്ട് അവർ കമ്പനിയുടെ എന്താ പറയുക സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻസൈഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അഥവാ കമ്പനിയിലുള്ള ഈ ഇൻഫർമേഷൻസൊക്കെ ആക്സസ് ഉള്ള ഒരു വ്യക്തി അതിൻ്റെ ഇൻഫർമേഷൻസ് വെച്ചിട്ട് അതിൻ്റെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അയാളെ സ്വന്തം ലാഭം ഈ സീക്രട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്ര കാലത്തിനുള്ളിൽ കമ്പനി നല്ലൊരു പ്രോഫിറ്റിലെത്താൻ സാധ്യതയുണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ട് അയാളുടെ ഫ്രണ്ടിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇൻഫർമേഷൻ
അയാളുടെ സ്വയം ലാഭത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റീസ് ഭാവിയിൽ ഒരുപാട് ലാഭം ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ അയാളെ സുഹൃത്തിനെ അറിയിച്ചുകൊണ്ട് ആ സുഹൃത്ത് ഒരുപാട് സെക്യൂരിറ്റീസ് വാങ്ങി വെക്കുന്നു, എൻ്റെ ഷെയർ വാങ്ങി വെക്കുന്നു. സത്യത്തിൽ ഇത് പബ്ലിക്കിൽ കൊടുക്കാത്തൊരു ഇൻഫർമേഷൻ ആയിരിക്കും, കമ്പനിയുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയ ഇൻഫർമേഷൻ ആയിരിക്കും. അയാളെ സ്വയം ലാഭത്തിന് വേണ്ടി, ഈ ഡയറക്ടർ അല്ലെങ്കിൽ എംപ്ലോയി ആരെങ്കിലും അയാൾ സ്വയം ലാഭത്തിന് വേണ്ടി കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് സെക്യൂരിറ്റീസ് ബൈയിങ്ങോ സെല്ലിങ്ങോ ചെയ്യുന്നതിനാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ഇൻസൈഡർ ട്രേഡിങ് അത് ഡയറക്ടേഴ്സ് ആയാലും KMPs ആയാലും അല്ലെങ്കിൽ ആരായാലും അത് നോൺ പബ്ലിക് ഇൻഫർമേഷൻ അഥവാ പബ്ലിക്കിലേക്ക് കൊടുക്കാത്തിട്ടുള്ള ഇൻഫർമേഷൻ, കമ്പനിയുടെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻക്ലൂഡിങ് ടിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് എന്താണ് ട്രേഡിങ് ചെയ്യുന്നതിന് വേണ്ടി, ഇൻസൈഡ് ട്രേഡിങ് ചെയ്യുന്നതിന് വേണ്ടി പുറത്തേക്ക് അത് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന്, മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നതിന്, അത് വെച്ചിട്ട് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. എന്താ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാകാം. നമ്മൾ സെക്യൂരിറ്റിൻ്റെ ഈ ഇൻഫർമേഷൻ പുറത്തേക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സെക്യൂരിറ്റി പ്രൈസിങ്ങിൽ അത് എഫക്റ്റ് ചെയ്യും. അടുത്ത SEB റെഗുലേഷൻസ് അതിന് വേണ്ടി വന്നിട്ടുണ്ട്. അതങ്ങനെ കാര്യമായിട്ട് വിവരിക്കുന്നില്ല. ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ്. ഇവിടെ ഇപ്പോൾ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും ആകാം, എംപ്ലോയീസ് ആയിരിക്കാം, ഡയറക്ടേഴ്സ് ആവാം, പ്രൊമോട്ടേഴ്സ് ആവാം, അപ്പം ഇവരൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ ഇൻസൈഡ് ട്രേഡിങ് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഇനീഷ്യൽ ഡിസ്ക്ലോഷർ. ഇവിടെ KMP എന്ന് പറഞ്ഞാൽ കീ മാനേജറിയൽ പേഴ്സണിനെയാണ് KMP എന്ന് പറയുന്നത്. അപ്പം പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും KMPയും മെമ്പർ ഓഫ് ദ പ്രൊമോട്ടർ ഗ്രൂപ്പ്സും ഈ ഇൻസൈഡർ അവരെ ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു നിയന്ത്രണമാണ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യൽ ഡിസ്ക്ലോഷറിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനി ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ട് 30 ദിവസത്തിനകം തന്നെ അവരവരുടെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ്, KMP, മെമ്പർ ഓഫ് ദ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഒക്കെ അവരുടെ എന്ത് ചെയ്യണം, അവരുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിങ്സ്, അതായത് അവരുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസ് എന്താണ്, ഷെയർസോ ഡിബെഞ്ചേഴ്സ് എന്തൊക്കെയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് എന്തുറപ്പ് വരുത്തുന്നു, ട്രാൻസ്പെറൻസിയും അവർ കള്ളത്തരം ചെയ്യുന്നില്ല എന്നും ഇൻസൈഡ് ട്രേഡിംഗ് അവർ നടത്തില്ല എന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ട് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ അവരുടെ കയ്യിലുള്ള എല്ലാ ഹോൾഡിങ്സും, എല്ലാ ഷെയർസും, സെക്യൂരിറ്റീസും, ഡിബെഞ്ചേഴ്സും എന്തൊക്കെയാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എവറി ന്യൂലി അപ്പോയിൻറ്റഡ് ഡയറക്ടേഴ്സ്, ഇനി പുതുതായിട്ട് വന്നിട്ടുള്ള ഡയറക്ടേഴ്സും KMPയും പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ അവരെ ബിലോങ്ങിങ്സ്, അവരെ ഹോൾഡിങ്സ് എന്തൊക്കെയാണെന്ന് കമ്പനിയിലേക്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത കണ്ടിന്യൂവൽ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി പ്രൊമോട്ടർ, ഡയറക്ടർ, ഡെസിഗ്നേറ്റഡ് പേഴ്സൺസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഇവരൊക്കെയാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? കമ്പനിയുടെ ട്രേഡ് സെക്യൂരിറ്റീസ് 10 ലക്ഷത്തിൽ കൂടുതൽ കമ്പനി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ അവരെ 10 ലക്ഷത്തിൽ കൂടുതൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ 10 ലക്ഷത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ, പ്രൊമോട്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും അതുപോലെ മെമ്പർ ഓഫ് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെയും ഹോൾഡിങ്സിൽ അവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഷെയർസിലോ ഡിബെഞ്ചേഴ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കമ്പനിയെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ കമ്പനി വിത്തിൻ 2 ട്രേഡിംഗ് ഡേയ്സിൽ അവരുടെ എന്ത് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഡിസ്ക്ലോഷർ കിട്ടിയതിന് ശേഷം വിത്തിൻ 2 ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത ഡിസ്ക്ലോഷർ ബൈ അതർ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റാൾക്കാരായിരിക്കും. ഒന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് വ്യക്തിയായും അവരും എന്ത് ചെയ്യണം, അവർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കമ്പനിയിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പം ഈ ഇൻസൈഡ് ട്രേഡിംഗ് റെഗുലേഷൻസിനെ സംബന്ധിച്ചു അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടി കമ്പനിയുടെ കണക്റ്റഡ് പേഴ്സൺസും അവരുടെ ട്രേഡിംഗ് പ്രോസസ്സുകൾ അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടായിട്ട് വരും കമ്പനിയിലേക്ക്. അപ്പം ഇത് ലക്ഷ്യമിടുന്നത് എന്താണ്, ഇൻസൈഡ് ട്രേഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ പ്രിവെൻറ്റിങ് ഇൻസൈഡ് ട്രേഡിങ് പിന്നെ കമ്പനിയിൽ നടക്കുന്നതിനെ തടയുന്നതിന് വേണ്ടി അഡിക്വേറ്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ളൊരു കൺട്രോൾ തീർച്ചയായിട്ടും ഒരു കമ്പനി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസിന് ആക്സസ് ചെയ്യാൻ വേണ്ടി അതിനൊരു ഐഡൻറ്റിഫൈ ഡെസിഗ്നേറ്റഡ് എംപ്ലോയീസ്, അതുപോലെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ UPSI അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കോൺഫിഡൻഷ്യലി ആ UPSI മെയിൻറ്റെയിൻ ചെയ്യണം. റെസ്ട്രിക്റ്റ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് UPSI. അതുപോലെ മെയിൻറ്റെയിൻ ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൂം UPS ഹാസ് ബിൻ ഷെയർഡ്. ആർക്കാണോ UPSI ഷെയർ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ലിസ്റ്റ് ചെയ്ത് വെക്കണം. അവരെ ഉറപ്പ് വരുത്തണം അവരൊരിക്കലും തന്നെ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല എന്ന്, ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അത് നോട്ടിഫൈ ചെയ്യും. അവർ ഈ ഇൻഫർമേഷൻസ് ഒരിക്കലും പുറത്ത് പോവില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതുപോലെ ഇൻറ്റേർണൽ പ്രോസസ്സ് പീരിയോഡിക്കലി അത് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. പിന്നെ അടുത്തത് കമ്പനിയുടെ ഫങ്ഷനിങ് റിവ്യൂ ചെയ്യാൻ റെസ്പോൺസിബിൾ ഒന്ന് ഫിഡ്യൂഷ്യറി ബോഡി, അതുപോലെ ഓഡിറ്റിംഗ് കമ്മിറ്റി ആയിരിക്കും. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ അവരത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻറ്റേർണൽ കൺട്രോൾ, ഫങ്ഷനിങ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അറ്റ്ലീസ്റ്റ് 1 ഇയറിൽ അത് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ആരാണ് ചെയ്യാൻ റെസ്പോൺസിബിൾ? ഓഡിറ്റിംഗ് കമ്മിറ്റി, ഫിഡ്യൂഷ്യറി ബോഡിയാണ്. അതുപോലെ എല്ലാ കമ്പനിക്കും വിസിൽ ബ്ലോവർ പോളിസി ഉണ്ടായിരിക്കണം. വിസിൽ ബ്ലോയിങ് പോളിസി എന്ന് പറയുന്നത് കമ്പനിയിൽ നടക്കുന്ന അനധികൃതമായ കാര്യങ്ങൾ, അൺലോഫുൾ ആക്ടിവിറ്റി, എന്തെങ്കിലും ഫ്രോഡുലൻറ്റോ കറപ്ഷൻസോ അഴിമതികളോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് അത് അധികാരപ്പെട്ട ആൾക്കാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. ആ ഇൻഫർമേഷൻസ് അത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. അപ്പം വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് കമ്പനിയിൽ നടക്കുന്ന എന്ത് അഴിമതികളുണ്ടെങ്കിലും എന്ത് കള്ളത്തരങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് അധികാരപ്പെട്ടിട്ടുള്ള ആരാണോ അധികാരപ്പെടുത്തിയിരിക്കുന്ന ആ അതോറിറ്റിയിലേക്ക് ഈ എംപ്ലോയീസ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. ദ വിസിൽ ബ്ലോ പ്രൊട്ടക്ഷൻ ആക്ട് ഇവിടെ പറയുന്നത് ആരാണ് ഈ കാര്യങ്ങൾ, ഇപ്പം അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അറിയാമെങ്കിൽ അയാൾക്ക് ഇത് പോയിട്ട് ഈ അതിൻ്റെ അധികാരപ്പെട്ട വ്യക്തിക്ക് ഇത് ഓർഗനൈസേഷന് അയാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. ആരാണോ ഡയറക്ടറാണോ ആരാണോ കമ്പനിയുടെ ഏത് വ്യക്തിക്കും ആരാണോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തിയിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഈ പാസ് ചെയ്ത വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഈ വിസിൽ ബ്ലോ പ്രൊട്ടക്ഷൻ വഴി അയാളുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരിക്കലും ആരാണ് ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത് ഒരാളും അറിയാൻ പോകുന്നില്ല. അയാളുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ കീ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് വിസിൽ ബ്ലോവേഴ്സ് ക്യാൻ റിപ്പോർട്ട് ഇൻസ്റ്റൻസ് ഓഫ് കറപ്ഷൻ, മിസ്യൂസ് ഓഫ് പവർ ഓർ ക്രിമിനൽ ഒഫൻസ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. കറപ്ഷൻ ആക്ടിൻ്റെ 1988 പ്രകാരം വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലുള്ള എംപ്ലോയീസ് തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാം, കമ്പനിയിൽ നടക്കുന്ന എല്ലാ കറപ്ഷൻസും മിസ്യൂസ് ഓഫ് പവേഴ്സും ഒക്കെ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഡിസ്ക്ലോഷർ ഒരാളെ പെടുത്താനോ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ അല്ല, കള്ളത്തരത്തിന് വേണ്ടി ആയിരിക്കണം. ഒരു ഗുഡ് ഫെയ്ത്ത്, ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഈ ഒരു റിപ്പോർട്ടിങ്. ദ ഐഡൻറ്റി ഓഫ് വിസിൽ ബ്ലോവർ ഇസ് പ്രൊട്ടക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വിസിൽ ബ്ലോവറിൻ്റെ ഐഡൻറ്റി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അൺലെസ് ഏതുവരെ വിസിൽ ബ്ലോവർ അത് അയാളുടെ ഇഷ്ടപ്രകാരം ഡിസ്ക്ലോസ് ചെയ്യുന്ന വരും, അല്ലെങ്കിൽ ബൈലോ അത് അയാളുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരണമെന്ന് ആവശ്യപ്പെടുന്നത് വരെയും വിസിൽ ബ്ലോവറിൻ്റെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഈ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിക്ടിമൈസേഷന് എതിരെ പ്രൊട്ടക്ഷൻ ഈ ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെനാൽറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പെനാൽറ്റീസ് ഉണ്ട്? ദ വിസിൽ ബ്ലോവേഴ്സ് ഐഡൻറ്റിറ്റി ഈസ് ഡിസ്ക്ലോസ്ഡ് ഐദർ നെഗ്ലിജൻ്റ്ലി ഓർ മാൽഫൈഡ്. ദ റെസ്പോൺസിബിൾ പാർട്ടി ക്യാൻ ഫേസ് അപ്പ് ടു 3 years. ഇവിടെ പറയുന്നത് ഈ
വിസിൽ ബ്ലവേഴ്സിൻ്റെ ഈ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അയാളെ അശ്രദ്ധ മൂലം ആരുടെ കയ്യിൽ നിന്നാണോ ഇത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ എന്തൊക്കെ റെസ്പോൺസിബിൾ ആണ്, ഫേസ് അപ് ടു 3 years. അയാൾ ഇംപ്രിസൺമെൻറ്റ് 3 വർഷത്തോളം ഇംപ്രിസൺമെൻറ്റ് എന്താണ് ജയിലിൽ കിടക്കാൻ 3 വർഷത്തോളം ജയിലിൽ കിടക്കാനും 50,000 ഇന്ത്യൻ മണി നൽകാനും ഫൈൻ നൽകാനും ബാധ്യസ്ഥനാണ്. ഫോൾസ് ഓർ ഫ്രിവ്യോലസ് കംപ്ലൈൻറ്റ്സ് ക്യാൻ റിസൾട്ട് ഇൻ എ പെനാൽറ്റി അപ് ടു 30,000 ഇംപ്രിസൺമെൻറ്റ് 2 years. ഇവിടെ കള്ളത്തരത്തിലുള്ള ഒരു എന്താണ് വേണ്ടാത്ത ഒരാളെ പെടുത്തണം എന്നുള്ള നിലയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണത് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് 30,000-ഓളം എന്താണ് പെനാൽറ്റിയും അതോടൊപ്പം 2 വർഷത്തോളം ജയിലിലും കിടക്കേണ്ടതായിട്ട് വരും. വിസിൽ ബ്ലൗയിങ് പ്രൊവിഷൻസ് അണ്ടർ കമ്പനീസ് ആക്ടിൽ ഇവിടെ പറഞ്ഞ എവറി ലിസ്റ്റഡ് കമ്പനി മസ്റ്റ് എസ്റ്റാബ്ലിഷ് വിജിൽ മെക്കാനിസം വിസിൽ ബ്ലൗയിങ് പോളിസി. എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, വിസിൽ ബ്ലൗ പോളിസി കൊണ്ടുവരണം. ഫോർ എംപ്ലോയീസ് ആൻഡ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ജെന്യൂൻ കൺസേൺസ് സച്ച് ആസ് ഫ്രോഡ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഓർ വയലേഷൻ ഓഫ് കമ്പനി പോളിസീസ്. ഇവിടെ നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന വയലേഷൻസും ഫ്രോഡും അൺഎത്തിക്കൽ പ്രാക്ടീസസൊക്കെ തടയുന്നതിന് വേണ്ടി അവരുടെ എല്ലാ കമ്പനികളും എന്ത് കൊണ്ടുവരണം, വിസിൽ ബ്ലൗ പോളിസി കൊണ്ടുവരണം. അതിലൂടെ എംപ്ലോയീസും ഡയറക്ടേഴ്സും ജെന്യൂൻ കൺസേൺ അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള റിപ്പോർട്ട് നൽകുകയും വേണം. പെനാൽറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൽ വീഴ്ച വരുത്തിയാൽ നടക്കുക എന്നുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.